മലയാളം ദൃശ്യമാധ്യമ രംഗത്ത് സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു അഴിച്ചുപണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ വാർത്താ ചാനലായ ബിഗ് ടിവിയുടെ വരവും നിലവിലുള്ള പ്രമുഖ ചാനലുകളിലെ പ്രമുഖരുടെ കൂട്ടരാജിയും ചാനൽ യുദ്ധത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ വലിയ കൂടുമാറ്റങ്ങൾക്കിടയിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ മലയാള മാധ്യമ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ചും പ്രമുഖ വാർത്താ അവതാരക ശ്രീജ ശ്യാമിന്റെ ചുവടുമാറ്റവും അതിന് പിന്നിലെ നാടകീയമായ നീക്കങ്ങളും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. ന്യൂസ് 18 കേരളത്തിലെ പ്രമുഖ മുഖമായിരുന്ന ശ്രീജ ശ്യാം അവിടെ നിന്ന് രാജിവെച്ച് ന്യൂസ് മലയാളം എന്ന ചാനലിലേക്ക് ചേക്കേറുന്നു എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അവസാന നിമിഷം അവർ തന്റെ പഴയ തട്ടകമായ മാതൃഭൂമി ന്യൂസിലേക്ക് തന്നെ തിരിച്ചു പോയതാണ് ഇപ്പോഴത്തെ പ്രധാന വാർത്ത. ന്യൂസ് 18 കേരളത്തിൽ 1.35 ലക്ഷം രൂപയോളം ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്ന ശ്രീജയ്ക്ക് അതിനേക്കാൾ 15,000 രൂപ കൂടി അധികം നൽകിയാണ് ന്യൂസ് മലയാളം മാനേജ്മെന്റ് അവരെ കൊണ്ടുവരാൻ ധാരണയിലെത്തിയത്. ന്യൂസ് മലയാളത്തിന്റെ ഓഫർ ലെറ്റർ കൈപ്പറ്റുകയും ന്യൂസ് 18 രാജി സമർപ്പിക്കുകയും ചെയ്ത ശേഷമാണ് ശ്രീജ അപ്രതീക്ഷിതമായി മാതൃഭൂമിയിലേക്ക് നീങ്ങിയത്. ഇതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. കുടുംബം തിരുവനന്തപുരത്തായതിനാൽ തലസ്ഥാനം വിട്ട് കൊച്ചിയിലേക്കോ മറ്റോ മാറാൻ ശ്രീജയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് തന്നെ ന്യൂസ് ഡെസ്ക് ഉള്ള ഒരു സ്ഥാപനം എന്ന നിലയിലാണ് അവർ മാതൃഭൂമിയിലെ സാധ്യതകൾ തേടിയത്. സാധാരണഗതിയിൽ ചാനൽ വിട്ടുപോകുന്നവരെ തിരികെ എടുക്കുന്ന പതിവ് മാതൃഭൂമി ന്യൂസിനില്ല. എന്നാൽ മാതൃഭൂമി സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്ന മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാറിനെ ശ്രീജ നേരിൽ കണ്ട് സംസാരിച്ചതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു.